ഹലോ നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് പൊരിയാണ് എടുത്തിരിക്കുന്നത്. പൊരി കൊണ്ടാണ് ഈ 4 മണി പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളവും ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പൊരിയാണ് എടുത്തിരിക്കുന്നത്. പൊരി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി അതൊന്ന് പിഴിഞ്ഞ് എടുക്കുക. കൈകൊണ്ട് ഇതേപോലെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ എല്ലാം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സവാള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക്, കറിവേപ്പില. പച്ചമുളക് 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ ഒരു 1/4 കപ്പ് മൈദമാവും കൂടി ചേർക്കുക. മൈദയ്ക്ക് പകരം കടലമാവ് ചേർത്താലും മതി. ഇവിടെ ഇപ്പം ഞാൻ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരി എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പച്ചവെള്ളം ആണ് ഒഴിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയിട്ട് ഇതേപോലെ പരത്തി എടുക്കുക. ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ പരിപ്പ് വടയുടെയൊക്കെ ഒരു ആകൃതിയിലാണ് ഇത് പരത്തുന്നത്. ഇതേപോലെ എല്ലാം പരത്തിയതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം തീയെ ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് 2 ഭാഗം ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ വറുത്ത് കോരുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇപ്പോൾ സ്കൂള് തുറക്കുന്ന സമയമായി. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.